വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. പാസ്റ്റർ എ.എം. ജോൺ കാഹളം കാതുകളിൽ കേട്ടിടാറായി എന്ന ഒറ്റ ഗാനത്തിലൂടെ ക്രൈസ്തവ കൈരളിക്ക് സുപരിചിതനായ ദൈവദാസൻ. സുവിശേഷ വേല ധനസമ്പാദനത്തിനുള്ള മാർഗമല്ലെന്ന് വിശ്വസിച്ച് അതിൻപടി ജീവിച്ച ഈ ദൈവഭൃത്യൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ നാൾ വഴികളെക്കുറിച്ചറിയുന്നത് ദൈവജനത്തിൻ്റെ വിശ്വാസത്തെയും പ്രത്യാശയെയും വർദ്ധിപ്പിക്കും. 84 വയസ്സിൽ ശാരീരിക അവശതകൾ തന്നെ അലട്ടുമ്പോഴും ചോരാത്ത വിശ്വാസവീര്യത്തോടെ, മങ്ങാത്ത ഉൾക്കാഴ്ചയോടെ വാഗ്ദത്ത നാടിനെ കാംക്ഷിച്ച് തൻ്റെ പരദേശ പ്രയാണം തുടരുന്നു. കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ വീണ്ടും നിങ്ങളേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, ഞങ്ങൾ അറിയുന്ന വളരെ സന്തോഷമുണ്ട്. ദീർഘവർഷം കർത്താവിൻ്റെ വേലയിൽ അധ്വാനിച്ച ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ അവിടെ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞ് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ തങ്ങളുടെ അനുഭവത്തിൽ കൂടെ അവർ കടന്നു വന്ന അനുഭവിച്ച ത്യാഗങ്ങളൊക്കെ എങ്ങനെയാണ് ആ ത്യാഗത്തിൽ കൂടെ ദൈവരാജ്യത്തിന് വേണ്ടി അവർ പ്രയോജനപ്പെട്ടത് എന്നുള്ള കാര്യാദികൾ നമ്മൾ പല അഭിഷിക്തന്മാരിൽ കൂടെ നമ്മൾ ചോദിച്ചറിയുകയാണ്. നിശ്ചയമായിട്ടും നമ്മൾ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ 80 വയസ്സ് പിന്നിട്ട ദൈവ അപ്പച്ചന്മാരാണ്. അവർ കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായി പ്രയോജനപ്പെട്ടതുകൊണ്ടാണ് അവർ നമ്മൾ കർത്താവിൻ്റെ വേലയിൽ നമ്മളൊന്ന് മറ്റുള്ളവർക്കും പ്രചോദനമായി തീരുവാൻ വേണ്ടി നമ്മളൊന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് നമ്മോടൊപ്പം ഈ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ എത്തിയിരിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല, പക്ഷേ മുമ്പോട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് നമ്മോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് പാസ്റ്റർ എ.എം. ജോൺ. കൊടുങ്ങൂർ എന്ന സ്ഥലത്ത് താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ഭൃത്യനാണ് പാസ്റ്റർ എ.എം. ജോൺ. ഒരുപക്ഷെ എ.എം. ജോൺ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകണമെന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൻ്റെ ചില വരികൾ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കർത്താവിൻ്റെ ദാസൻ ആരാണെന്ന്. അത് മറ്റൊന്നുമല്ല, തൻ്റെ നല്ല പ്രായത്തിൽ അദ്ദേഹം എഴുതിയ ഒരു പാട്ടാണ്. അനേക തലമുറകളെ ചലിപ്പിച്ചിട്ടുള്ള, ആത്മാവിലാക്കിയിട്ടുള്ള, പ്രത്യാശ നൽകിയിട്ടുള്ള ഒരു പാട്ട്. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ തൻ പൊൻവീണുകൾ മീട്ടിടറായി എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ട് കാണും. ഈ പാട്ട് എഴുതിയ കർത്താവിൻ്റെ ദാസനാണ് നമ്മോടൊപ്പം ഇന്നുണ്ടായത്. പാസ്റ്റർ, കർത്താവിൻ്റെ നാമത്തിൽ ഈ കൊയ്ത്തിൻ്റെ വേലക്കാർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇന്ന് അപ്പച്ചൻ ഞങ്ങളുമായിരിക്കുന്നതിൽ. 84 വയസ്സ് കഴിഞ്ഞു അല്ലേ? ഈ സമയത്ത് വളരെ ശുഷ്കാന്തിയോടെ കാര്യങ്ങൾ ചെയ്യുകയും ഞങ്ങളെയൊക്കെ സ്വീകരിക്കുകയും ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്. അപ്പച്ചൻ, ഞങ്ങൾ ഇന്ന് ഹാർവസ്റ്റ് TV ഒരുക്കുന്ന പ്രോഗ്രാമിൽ അപ്പച്ചൻ്റെ അനുഭവങ്ങൾ ചോദിച്ചറിയുവാനും സാക്ഷ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ അപ്പച്ചന് 1-2 കാര്യങ്ങൾ ചോദിക്കാൻ പോകുക. അപ്പച്ചന് ഒന്നാമത് ഞങ്ങൾ ചോദിക്കുന്ന കാര്യം, അപ്പച്ചൻ രക്ഷയിലേക്ക് വന്ന അനുഭവങ്ങൾ ഞങ്ങളുമായി പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? രക്ഷയിലേക്ക് ഞാൻ വരുവാൻ ഞങ്ങളുടെ അമ്മയും ഞങ്ങളെല്ലാം CSI ചർച്ചിൻ്റെ അത് മുണ്ടക്കയം CSI ചർച്ചിൻ്റെ മെമ്പർമാരാണ്. ഞാനും എൻ്റെ അമ്മയും ജ്യേഷ്ഠന്മാരെല്ലാം കൂടെ മുണ്ടക്കയം. അവിടെ നിന്നാണ് ചില വർഷങ്ങളായി ഇവിടെ വന്ന് പാർക്കുന്നത്. അന്ന് ദീർഘകാലം അവിടെയാണ് ഞാനും അമ്മയും ജ്യേഷ്ഠന്മാർ. അപ്പൻ എൻ്റെ ചെറുപ്പത്തിൽ അമ്മ ചോദിച്ചു, 3 ജ്യേഷ്ഠന്മാർ വീട്ടിൽ ഞങ്ങൾ 8 അംഗങ്ങളാണ് അമ്മയുടെ പറയുന്നുള്ളത്, എൻ്റെ മക്കൾ. അങ്ങനെ വളർന്നു പോകുമ്പോൾ ചോറ്റിയിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് അല്പം ചായ്വുണ്ടായി. അമ്മ
അങ്ങനെ വിശ്വാസത്തിലേക്ക് കടന്നുപോയി. പക്ഷേ അമ്മയോടൊപ്പമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനോ സഹകരിക്കാനോ ആരില്ല. അമ്മയ്ക്ക് വളരെ ബന്ധപ്പെട്ടിട്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടി അമ്മ കണ്ടുപിടിച്ചത് എന്നെയായിരുന്നു. അന്ന് പാട്ട് പാടുക, അതുപോലെ സങ്കീർത്തനം വായിക്കുക, പ്രാർത്ഥനാക്രമം വായിക്കുക, ഇതൊക്കെ അത് ഞാൻ ചെയ്യുക. അമ്മയ്ക്ക് അത് വലിയ സന്തോഷമായിരുന്നു. ഇങ്ങനെ മുമ്പോട്ട് വരവേ ആണ് 15, 16, 17, 18 എന്നുള്ള വർഷത്തിലേക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് AM ജോസഫ് എന്നാണ്. അദ്ദേഹം വലിയൊരു പാട്ട് കൂടുണ്ട്, നമ്മൾ ക്രിസ്തീയ പുസ്തകങ്ങൾ കാണാറുണ്ട്. എന്നെ ചേർപ്പാൻ വന്നതെന്നുള്ള എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ചെയ്യുക. അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത്, അദ്ദേഹം ഒരു ഭാഗം കൂടിയാണ് എന്നെ ചേർപ്പാൻ വന്നവൻ. അതിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ചെയ്യുക. അപ്പോൾ എനിക്കിതുകൊണ്ടാണ് അക്കാലത്ത് ഇങ്ങനെ വരവേ അങ്ങനെ പാട്ട് കഴിഞ്ഞവരാണ് ഒരു നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് വന്നിരുന്നു. അത് വലിയ സന്തോഷമായിട്ട്. നാടകത്തിൽ അഭിനയിക്കാനുള്ള ചാൻസ് വന്നപ്പോൾ കാരണം 18-ാമത്തെ വയസ്സിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തിലകൻ അദ്ദേഹം എൻ്റെ ഒരു 1.5 മാസത്തെ ഒരു ഉറ്റ സുഹൃത്തായി തോന്നുന്നു. ഈ മരിച്ചുപോയ തിലകൻ സിനിമ ആർട്ടിസ്റ്റ്. കാരണം നല്ല അഭിനയം, അഭിനയത്തിന് അദ്ദേഹം എന്ത് അഭിനയിക്കുന്നു ആ അഭിനയത്തിന് ഞാൻ ഫ്ലൂട്ട് വായിക്കുന്നു. അത് 56-ലാണ്. 56-ലെ. അതെ. അപ്പോൾ 54-ലാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ തൊട്ട് ഇങ്ങനെ നമുക്ക് ചാൻസ് വന്നതുകൊണ്ട് ഇങ്ങനെ വിട്ടുമാറുന്നുണ്ട് ഞാൻ ജസ്റ്റിന് ഈ കലാരംഗത്തിന് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയുടെ പ്രാർത്ഥന എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ചാൻസ് കിട്ടിയെങ്കിലും ഞാൻ അതിനെ വിട്ട് കലാരംഗത്തേക്ക് തിരിഞ്ഞു. അത് അമ്മയ്ക്ക് വലിയ ദുഃഖമായിരുന്നു. കാരണം നവംബർ മാസത്തിലാണ് പിന്നെ നടത്തുന്ന കലാരംഗത്ത് ഞാൻ മാറുന്ന ഒരു അവസരമാണ്. കൂടുതലായി പറയാനുള്ള അവസരമാണെങ്കിലും ആ കാര്യങ്ങളിൽ അങ്ങനെ കലാരംഗത്ത് വന്നപ്പോൾ ഞാൻ ഫ്ലൂട്ടിസ്റ്റ് കൂടെ ആയപ്പോൾ ആ രംഗത്തിന് ശോരകമോ സന്തോഷം ഏതൊരു രംഗമുണ്ടോ അതനുസരിച്ച് ഞാൻ വായിക്കും. അതൊരു കഴിവ് ദൈവം തന്നാണ്. എന്തൊക്കെ വായിക്കും? ഫ്ലൂട്ട് വായിക്കുക, പിന്നെ അഭിനയം. അപ്പോൾ 56 നവംബറാണ് ഞാൻ മാസപ്പടി പോകാനുള്ള കാരണമെന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലായി അമ്മയുടെ വലിയ പ്രാർത്ഥനയുണ്ടായിരുന്നു. അമ്മ ഒരു പെണ്ണിനെ വിവാഹത്തിന് കഴിച്ച് വേണ്ടി കണ്ടു. അന്നും വെച്ചാണ് നടന്നത്. പക്ഷേ ഞാൻ ആ പ്രാർത്ഥനയുടെ പാടിയിൽ നിന്ന് ഞാൻ മാറിയെങ്കിലും എൻ്റെ ഭാര്യ അമ്മയോടൊപ്പമായിട്ട് പ്രാർത്ഥിക്കുവാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കലാരംഗത്തേക്ക് ലഭിക്കൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ എല്ലാവരുടെയും കൂടെ പോവുകയൊക്കെ എനിക്ക് വലിയ നാണക്കേട് പോലെ പറഞ്ഞു. ഇങ്ങനെ അങ്ങനെ പോരത്, ഞാൻ പറയുന്നത് പോകണം, അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോകും. പക്ഷേ കുഴപ്പമില്ല, അത് അമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടാണ്, നടിച്ചുകൊണ്ടാണ്. പക്ഷേ ആ ഇരുവരുടെയും അമ്മയും ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എനിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുമ്പോൾ രാത്രി ഞാൻ കണ്ടു. അന്ന് അവളുടെ പ്രതീക്ഷയൊന്നും പറഞ്ഞില്ല, കാരണം അമ്മയോട് കൂടി അവിടെ ഞാൻ കണ്ടു. അതിന് അടുത്ത ആഴ്ചയിലാണ് ഞങ്ങൾ താമസിക്കുന്ന ചുറ്റിയുടെ പ്രദേശത്ത് ഒരു ആത്മീയ പ്രവർത്തനവും ഉണർവുണ്ടാവുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ സ്നേഹിതനും ഇപ്പം രാവിലെ തൃശ്ശൂർ TC സാമ്പൽ പാസ്റ്ററാണ്. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അപ്പോൾ മാസം ഞങ്ങൾ ഒരുമിച്ചാണ് മാസം പഴയത്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. ഞാനാണ് വേർപെട്ട് ഉപദേശിമാരെ ഞാൻ കളിയാക്കി പാടുമായിരുന്നു. ഞാൻ ഉപദേശിമാരെക്കാൾ കളിയാക്കി പാടുന്നത് ഞാൻ. അത് അതെങ്ങനെ അവർ വരുന്നു എന്ന് അറിയുന്നില്ല. ആ സാഹിത്യമൊക്കെ എങ്ങനെയാണ് എൻ്റെ ആദ്യം വരുന്നത് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ കളിയാക്കി പാടുമായിരുന്നു. അതെനിക്ക് ഹരമായിരുന്നു. ഇതൊക്കെ സ്നേഹിതന്മാരുടെ കൂടെ പാടുമ്പോൾ അവരും കൈകൊണ്ടിരിക്കും. പക്ഷേ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കുണ്ടായിരുന്നു. എനിക്കെന്ന് മാത്രമല്ല എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നതായിരുന്നു. ഏതോ നഷ്ടപ്പെട്ടു പോയ പരിഹാരം ഉണ്ടാകാമെന്നുള്ള ചിന്തയോട് ഞാൻ തോന്നുന്നു അമ്മയുടെ പ്രാർത്ഥന ഭരിച്ചു. ആ പ്രിയപ്പെട്ടവരോട് സംസാരിച്ചു. അവളുമായിട്ട് ഇങ്ങനെ ദൈവമായവരുടെ സന്നിധിയിൽ അവൾ അമ്മയായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമാണ് പിന്നീട് ഒരു അതിശയ പ്രവൃത്തി ദൈവം നടത്തുന്നുണ്ടായിരുന്നു. അത് എനിക്ക് വേണ്ടിയും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കണ്ടത്. ഏതായാലും ഞങ്ങൾ മാധവും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും ആദ്യ ഭാര്യയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ വിശ്വാസത്തിൽ വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥന എൻ്റെ ചെവിയിൽ കേട്ടു. അത് ഞാൻ പ്രദേശത്തൊന്നും പറഞ്ഞില്ല. നാളെ സമയത്ത് അവിടെ ഒരു രോഗി അയക്കുന്നവർക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലല്ല, മറ്റൊരാൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വയറ്റുവേദനയൊക്കെ ആയിരുന്നു. ആ വയറ്റുവേദനയിൽ നിന്ന് ഒരു ശമനം കൊടുത്തും കിട്ടുന്നില്ല.
പിന്നീട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്നിട്ട് വിദേശിമാരെ കളിയാക്കിയൊക്കെ ഇരിക്കുന്നു. അവർ പോയി പോട്ടേണ്ടി പറഞ്ഞു. എന്നാൽ ഈ പ്രാർത്ഥന ഇരിക്കുന്ന സമയത്ത് തന്നെ ചാടി എഴുന്നേറ്റ് ഈ രോഗിയാക്കിയ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് മുണ്ടൊക്കെ മാറ്റി കൂട്ടി ചാടി എഴുന്നേറ്റ് അഭ്യാസത്തിൻ്റെ ഇരുകൂടെ കൈ മടക്കിയില്ല, കൈ നോർത്ത നല്ല അടിയാണ്. കൂടാതെ അടുത്ത് ഞാൻ കാണുന്നത്, ഞാനും സ്നേഹിതനും കാണുന്നത്, ഞങ്ങൾ നെബൂഖദ്നേസർ രാജാവ് നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? അഭ്യാസപ്പെടുന്ന എന്തെല്ലാം കാണിക്കുന്നുണ്ടോ അതെല്ലാം ആ രംഗത്ത് ദീമശം കാണിച്ചു. പക്ഷേ ഇവിടേക്ക് വന്നു വെച്ചാൽ ഞങ്ങളും ഭയപ്പെടുകയാണ് കാണിച്ചു. പക്ഷേ വേറെ അന്ന് പെട്രോമാക്സിനെ തൂക്കിയിട്ടില്ല. ഞങ്ങളുടെ വീടിൻ്റെ ദയം ചാടി എന്നിട്ട് കുറച്ച് നേരം കറങ്ങി ഇങ്ങ് അഴിച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു വെട്ടാണ് വന്നത്. ആ വെട്ട് കൊള്ളുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കൊള്ളുമായിരുന്നു. അത് ഞങ്ങളുടെ പ്രാവശ്യമായി തോന്നി, എനിക്കും അദ്ദേഹത്തിന് അറിയില്ല. ആ വെട്ടുന്ന വെട്ട് ഈ പെട്രോമാക്സിൻ്റെ അടിവശത്തോട് കൈ വീശി അങ്ങ് പോയി. പാസ്റ്റർമാർക്ക് ഒന്നും കൊണ്ടില്ല. അന്ന് വിദേശിമാരെന്നാണ് പറഞ്ഞത്, ഒന്നും കൊണ്ടില്ല. ഒന്നും ഞങ്ങൾ അറിയാതിരിക്കുക, ഞങ്ങൾ തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കാണികളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആ പോയിട്ട് ചില വെളിയിൽ ചാടി വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ ബോധത്തിനനുസരിച്ച് മുമ്പോട്ട് പോയി. ഞങ്ങളെ ആരാണെന്ന് ഓർമ്മ മനസ്സിലായി. ഞങ്ങൾ പേരും വിളിച്ചു. പിറ്റേ ദിവസം പിറ്റേ ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെയും പ്രാർത്ഥനയായിരുന്നു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഭൂതത്തിൽ ഒരാൾ പറഞ്ഞു, ഞാനാണ് ഇവനെ ഈ പണി ചെയ്യിപ്പിക്കുന്നത്, ഞാനാണ് ഇവനെ കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിപ്പിക്കുന്നത്, കൈ അടിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഞാനാണെന്നാണ് പറയുന്നത്. അങ്ങനെ പോയിക്കുമ്പോഴാണ് ഞങ്ങൾ പിന്നീട് ഈ പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴാണ് 2 യൗവനക്കാർ എനിക്ക് വേണ്ടി കർദ്ദം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്രവാചകമായിട്ട് യാതൊരു ടച്ചുമില്ല. അതൊക്കെയാണ് എന്നെ വളരെ ആകർഷിച്ചത്. എന്ത് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇദ്ദേഹം ഇരിക്കാൻ വയ്യാതായി ചാടി എന്നിട്ട് ഒരു പാട്ടും പാടി. ഞാൻ ക്രൂശിങ്കിൽ സാധുക്ഷീണൻ കൂരോടൻ സർവവും എനിക്ക് പൂർണ്ണരെ കാണും ഞാൻ. ഈ പാട്ടിൻ്റെ അടിയിൽ പാടി അപ്പോഴേക്കും അവൾ പ്രാർത്ഥിക്കുന്ന അമ്മമാർ ഓടി വന്ന് ഞങ്ങനെ ചുംബനം ചെയ്ത് സ്വീകരിച്ചു. അന്ന് വരെ ഏതോ ദിവസം എടുത്ത് കൊണ്ടുപോയായിട്ട് ഒന്നും ചെയ്യാത്ത ഞാൻ ആ ഞായറാഴ്ച ഞാനും സ്നേഹിതനും വേദോത്സവമായി പോകുമ്പോൾ കളിയാക്കി ഞങ്ങൾപ്പെട്ട ഒരു സ്നേഹിതൻ പറഞ്ഞു, അതാണ്ട് വിദേശിമാർ പോകുന്നു പറഞ്ഞു. ദൈവകൃപയാൽ അന്ന് തുടങ്ങിയതാണ് ആ എടുത്ത ദൈവവചനം എന്ന ആയുധം ഇന്നുവരെയും താത്തു വച്ചിട്ടില്ല. അതിലൊന്നാണ് ഇത്. ഇത് കാണുന്ന പ്രേക്ഷകരുടെ മകൻ യൗവനക്കാരായിരിക്കും എനിക്ക് പറയാനുള്ളത്. യൗവനകാലത്തിൻ്റെ ശ്രേഷ്ഠ ഓർക്കുക. അപ്പം അതുപോലെ അടുത്ത ചോദ്യം അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സുവിശേഷ വേലയിൽ ഇറങ്ങാണ്ട കാരണം എന്താണ്? സുവിശേഷ വേലയിൽ ഇറങ്ങാനുള്ള കാരണം പ്രത്യേകിച്ചും ഒരു കാരണം വെച്ചാൽ എന്നെ ഈ ബൈബിളുമായിട്ട് വായിച്ച് നോക്കുമ്പോൾ യൗവനക്കാർക്കായിട്ടുള്ള വേലയുടെ കുറച്ച് ചെയ്യണമെന്നുള്ളതാണ്. അത് എനിക്ക് സുവിശേഷ വേലയുമായിട്ട് ഞാൻ ആദ്യം സൺഡേ സ്കൂളാണല്ലോ അധ്യാപകനായിരുന്നു. അത് അവിടുത്തെ പാസ്റ്റർ എന്നെ അന്ന് ഉപദേശിച്ച് പറയും, അദ്ദേഹം ഏൽപ്പിച്ചു. അത് വളരെ സന്തോഷമായിട്ടും തുടർന്ന് ഞാൻ പറയും. അങ്ങനെയാണ് ദൈവവചനത്തിൽ പലപ്പം പഠിക്കാനൊക്കെ ഈ ബൈബിളിൽ കൂടെ പഠിക്കാനും അതിൽ പുസ്തകം ഉണ്ടായിരുന്നു നമുക്ക് പോകാൻ പറ്റും. എന്നാൽ ചില പാട്ടുകളൊക്കെ ഞാൻ പാടും, എങ്കിലും അതിൻ്റെ ഹൃദയസ്ഥമായിട്ടില്ല. പിന്നീട് ആണ് ആത്മീയ ഗീതയും സുവിശേഷ വേലയിൽ ഇറങ്ങുവാനൊക്കെ കാരണമായി തീർന്നത്. അതുപോലെ അപ്പച്ച ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏറ്റവും പ്രസിദ്ധമായ ഒരു പാട്ട് അപ്പച്ച എഴുതിയിട്ടുണ്ട്. ഏത് പാട്ടാ? കാഹളം കാത് കേട്ടിട്ടുണ്ട്. ആ പാട്ട് എഴുതിയിട്ട് എത്ര വർഷം, ഏത് വർഷത്തിൽ എഴുതിയത്? അത് 1959. 1959. മെയ് മാസം 31-ാം തീയതി എൻ്റെ ഭാര്യ രോഗത്താൽ കർത്താവിന് കീഴപ്പെട്ടു. അത് എനിക്കൊരു ദുഃഖമായിരുന്നു. കാരണം 1.5 വർഷം കൊണ്ട് എന്നെ നേടുവാൻ ശ്രമിച്ചു. അമ്മയുമായിട്ട് സഹകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സഹകരിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാർത്ഥനയുണ്ട്. പ്രത്യേകിച്ച് ഒരു മാതാവും തിരുവനന്തപുരം പ്രാർത്ഥിച്ചു. അതിൻ്റെ സൽഫലമായിട്ടാണ് ഞാൻ കർത്താവിന് വരുവാനായത്. അപ്പോൾ അവരുടെ മരണം എന്നെ വളരെ ദുഃഖത്തിലായിട്ടെങ്കിലും അത് ദൈവസ്ഥാനിലേക്ക് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഒരു ഞായറാഴ്ച ഞാൻ മുൻകൊണ്ട് വീട്ടിൽ വരുമ്പോൾ അമ്മായപ്പനുമായി സംസാരിച്ച് അന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ വരുമ്പോൾ
ഒരു പാട്ട് ആ ആഴ്ച പാടാമെന്ന്. അന്ന് തിങ്കളാഴ്ച പോലുമാണ് യുവജനമീറ്റി വീട്ടിൽ നടക്കുക എൻ്റെ യുവജനങ്ങളുടെ മീറ്റിംഗ്. അപ്പോൾ പോകുന്ന പറയുമ്പോൾ ആ പാട്ട് പാടാമെന്ന് പറയും. എങ്ങനെ എഴുതണം, എന്തെഴുതണം ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലുണ്ട്. കാരണം പാട്ട് കൂടുതലായിട്ട് അങ്ങനെ എഴുതിയിട്ടില്ല. പുള്ളിയൊക്കെ എൻ്റെ പുസ്തകത്തിൽ തന്നെ കിടപ്പുണ്ട്, ബുക്കിൽ കിടപ്പുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ആ 59 ഫെബ്രുവരി 7 വെളുപ്പായപ്പോൾ വേദസ്വമായിട്ടിന്ന് വരുമ്പോഴത്തേക്കും കർത്താവ് താൻ ഗംഭീരനാഥോടും പ്രധാന ശബ്ദത്തോടുള്ളായ ആ അടികളുടെ ഹൃദയത്തിലേക്ക് വന്നു. ആ ഏറ്റവും വെച്ചുകൊണ്ട് ആണ് ഈ പാട്ടിന് കാഹളം കാതുകളിൽ കേട്ടിടാറായി, കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതൻ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതൻ പൊൻവീണകൾ മീട്ടിടാറായി. യേശുദാൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശുദാൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. യേശു താൻ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. സമാധാനമില്ല ഭൂമിയിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലവലേശം സാധ്യമല്ല. ദൈവത്തിൻ പൈതങ്ങൾക്കാനന്ദം ധരണിയിൽ ക്ലേശിപ്പാൻ ലവലേശം സാധ്യമല്ല. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പാട്ടെല്ലാം കേട്ടും പാടിയും ആരാധിച്ചും കാത്തിരിപ്പ് യോഗങ്ങളിലൊക്കെ പാടി അഭിഷേകത്തിന് വേണ്ടിയൊക്കെ പാടി പ്രത്യാശയോടെ പാടുന്നൊരു Praise the Lord. പാട്ട്. ഈ Hallelujah. പാട്ട് പല തലമുറകൾ ഏറ്റുപാടിയ ഗാനമല്ലേ അപ്പച്ച ഈ പാട്ട്? അതെ, പല തലമുറകൾ, ഇപ്പോഴത്തെ തലമുറകൾക്ക് വരെ ഈ പാട്ട് പാടുമ്പോൾ തന്നെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വലിയൊരു പ്രത്യാശ അവർക്കുണ്ടാകുന്നുണ്ട്. ദൈവം അപ്പച്ചനെ അതിനെ സഹായിച്ചല്ലോ, ഉപയോഗിച്ചല്ലോ. ദൈവത്തിൻ്റെ മഹത്വം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പച്ചൻ സഭാ ശുശ്രൂഷയിലായിരുന്നിട്ടുണ്ടല്ലേ? എത്ര വർഷത്തോളം അപ്പച്ചൻ സഭാ ശുശ്രൂഷയിലായിരുന്നു? അത് പല സമയം അതിൻ്റെ ജീവിത ക്ലേശങ്ങളും അതുകൊണ്ട് ഇടവിട്ട സമയത്ത് വരെയാണ് പൂർണ്ണമായിട്ട് അതിൻ്റെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കായിക അസുഖമായിരുന്നു, ഞാൻ ചില അവസരങ്ങൾ ക്ഷീണമായിരുന്നു, കുട്ടികളെ പറ്റേണ്ട കടമയും സാമ്പത്തിക ക്ലേശം അതുകൊണ്ട് കൈകൊണ്ട് അധ്വാനിക്കാതിരിക്കാൻ നിർത്തായിരുന്നു. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായ ജോലി വേണ്ടി ജോലിയും ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ സുശേഷകരിലും സഭയുടെ ആകുന്ന സ്ഥാനങ്ങളിൽ നേതൃസ്ഥാനത്തുമായി അറിയിക്കുന്ന പ്രകാരം പോവുകയും വരികയും ശുശ്രൂഷയും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പച്ചൻ സുവിശേഷ വരയിൽ പല സഭകളിൽ ഇരുന്നിട്ടുണ്ടല്ലോ. എത്രത്തോളം സഭകളിൽ അപ്പച്ചൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഇരുന്നത് മാറി വന്നുകൊണ്ട് ഒരു ഇരുന്നോട്ട് തന്നെ പിന്നെയും ചിലപ്പോൾ വരാറുണ്ട്. അങ്ങനെ 10-15 സഭകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പച്ചൻ ശുശ്രൂഷയിലിരിക്കുമ്പോൾ തന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജോലിയും കൂടി ചെയ്തു വരുമായിരുന്നു അല്ലേ? അത് വളരെ കാരണം സഭയിൽ നിന്ന് വലിയ വരുമാനമില്ല. അപ്പോൾ ജോലി ചെയ്യാതെ മക്കളെ സ്കൂളിൽ പഠിപ്പിക്കണം, മറ്റ് സാമ്പത്തിക ശേഷി അവർക്കുള്ള എല്ലാത്തിനും വരുമാനമുണ്ട്. അപ്പം അങ്ങനെയാണ് ആ ജോലി കാര്യങ്ങളിലേക്ക് പോകാൻ അത്. ഞങ്ങൾക്കെപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിൽ വളരെ ജാഗ്രതയോടെ സഭയിൽ പോവുക, വരിക, ചെയ്യുക. ഈ സാമ്പത്തികം ഇല്ല എന്നുള്ള പേരിൽ കർത്താവിനോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല. ഇല്ല. ഈ ഇല്ലായ്മയിലും സന്തോഷത്തോടെയാണ് കർത്താവിൻ്റെ പേര് ചെയ്തിട്ടുള്ളത്. രാവിലെ കർത്തൃനാകുമ്പോൾ രാവിലെ സമയം ഞായറാഴ്ച ദിവസത്തെ കാപ്പി എന്തെങ്കിലും എന്തെങ്കിലും കാപ്പി കുടിച്ച് ആഹാരം എനിക്ക് പ്രധാനം. ഭക്ഷണം പാനം പ്രധാനമല്ല
രക്ഷകനേശു പേർക്കുമതി ഒരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അടികൾ സുഹൃത്തില്ല, ഓഹോ, അതന്ന് എഴുതിയ ആ ബുക്ക് നഷ്ടപ്പെട്ടു. ഏകദേശം എത്ര പാട്ട് അപ്പച്ചൻ എഴുതിയിട്ടുണ്ട്? പാട്ട് 5-8-10 പാട്ട് എഴുതിയിട്ടുണ്ട്. ഒരു ബുക്ക് പഴയ ബുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് എവിടെ പോയെന്നാലും അങ്ങനെ വായിച്ചു. പിന്നെ ഓർമ്മയിൽ എഴുതി പറയുന്നുണ്ട്. ഈയിടെ ഞാൻ തയ്യാറായി ചില പാട്ടുകൾ എഴുതാൻ തയ്യാറായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ ഈ പാട്ട് പാടിയതും ഭക്ഷണം പോയി ആഹാരം കഴിച്ചിട്ട് രാവിലെ സമയം ആഹാരം കഴിച്ചിട്ട് സഭയിൽ പോയി ഞാൻ കിട്ടുന്ന കാരണം സൺഡേ സ്കൂളില്ലാത്ത സൺഡേ അവിടെ പോയി സൺഡേ സ്കൂൾ എഴുതുക, ഞായറാഴ്ച ദിവസം ആരാധന. കാരണം എനിക്ക് ആരാധനയാണ് എനിക്ക് ഏറ്റവും സന്തോഷമാക്കിയത്. ആരാധനയില്ലാത്ത സമയത്ത് എനിക്ക് എന്നൊന്നില്ലാത്തൊരു ക്ഷീണമുണ്ട്. അപ്പോൾ ആരാധനയിൽ പോവുക ഇരിക്കുകയാണ്. അപ്പം അപ്പച്ച ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ ഈ ഒരു വലിയൊരു ഇടുക്കമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അപ്പച്ചൻ താമസിക്കുന്നത്. അതെ, അപ്പച്ചനും അപ്പച്ചൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, ഇപ്പോഴെല്ലാം അത് കാണിക്കുന്നത്. അർഹിച്ച നന്മകളൊന്നും അപ്പച്ചന് കിട്ടിയിട്ടുമില്ല അല്ലേ? എല്ലാം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അറിയാതെ തന്നെ ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. കാരണം ഇല്ലാമേലും ഇല്ലല്ലോ എന്നുള്ള ഖേദിച്ചുകൊണ്ട് പറയല്ലേ, ദൈവത്തിൻ്റെ നന്മയും തിന്മയും അനുഭവിക്കുവാൻ അല്ലേ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമാതിരി കൊണ്ടാടുവാൻ അല്ലേ. അപ്പച്ചൻ ഇതിലൂടെ ഒന്നും പരാതിയില്ല. ആമേ, സന്തോഷത്തോടെ. സന്തോഷം. അപ്പച്ചൻ എത്രത്തോളം ആത്മാക്കളെ നേടിയിട്ടുണ്ടാവും ഈ കാലഘട്ടങ്ങളിൽ? വിശ്വസം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസനായ പൗലോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ വിശ്വസ്തനായിരുന്നു. അപ്പോൾ പൗലോസ് അതിൻ്റെ ഒരു വിശ്വസ ജീവിതത്തിൽ പലപ്പെട്ട് ഇറങ്ങിപ്പോന്നതാണ് അല്ലേ. അപ്പോൾ ആ പൗലോസിൻ്റേതായ ആ ഒരു ആശയം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴുള്ളത്. നന്മയിലും വീണ്ടും തിന്മയിലും എല്ലാം അനുഭവം പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേലായിരിക്കും. അപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് തീർന്നു പോകുന്നില്ല, എന്നാൽ ആ സമയത്ത് ദൈവം അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഈ നാടുകളിൽ ശാരീരികമായി നടക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട്, എങ്കിലും ദൈവം ബലപ്പെടുത്തുന്നു. ആ ബലപ്പെടുന്ന കർത്താവിനെ മാത്രം ആരാണ് ചെയ്യുന്നത്. ഈ പ്രായത്തിലും ഇപ്പോൾ 85 വയസ്സോളമാകുക പ്രിയ പിതാവിന് ശുശ്രൂഷയിൽ വിട്ടുനിന്നിട്ട് ഏകദേശം 20 വർഷമായി അല്ലേ? ഭാഗ്യമായിട്ടാണ്. അതെ, അത് ഭാഗ്യമായിട്ടാണ്. അപ്പോൾ ഈ പ്രായത്തിലും കർത്താവിനെ ദീർഘവർഷം കർത്താവിനെ വേല ചെയ്തിട്ടും ഒരു പരിഭവമില്ലാതെ ഉള്ള അവസ്ഥയിൽ ഒതുങ്ങിപ്പോവുകയാണ് അപ്പച്ചൻ. ഒരു ചെറിയ വീട്, ഒരു 3 സെൻറ്റ് സ്ഥലം, സത്യത്തിൽ വളരെ ഞെരുക്കമുള്ളൊരവസ്ഥയാണ്. എങ്കിലും അതിലും കർത്താവിൽ സന്തോഷിച്ച് മുമ്പോട്ട് പോകുകയാണ്. എത്ര മക്കളുണ്ട്? മക്കളെ കുറിച്ച് പറയാമോ? മക്കൾ എന്ത് ചെയ്യുന്നു? നമുക്ക് 3 പേരുണ്ട്. അവരെന്ത്, എവിടെയാണ്, എന്തൊക്കെ ചെയ്യുന്നു? 2 പേര് ആന്ധ്രയിലുണ്ട്. ഇളയ മോനെ അവന് പഠിച്ച ഈ കമ്പ്യൂട്ടർ ജോലി ചെയ്യപ്പോൾ അവിടെ അധ്യാപനമായിട്ട് പഠിച്ചു. പക്ഷേ അത് ശമ്പളം കുറവാണ്, വരുമാനം കുറവാണ്ട് പിന്നെ കമ്പ്യൂട്ടറിലേക്ക് പോയി. അങ്ങനെ കിട്ടുന്ന സമയം ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച മറ്റു സഭയിലെല്ലാം പോവുകയും അച്ഛൻ പറയുകയും ചെയ്യുന്നുണ്ട്, വരെയും കുടുംബമായിട്ട്. പിന്നെ മകള് അവിടെ ഒരു പാസ്റ്റർ വിവാഹം ചെയ്യുന്നത്. പാസ്റ്ററോ? ശുശ്രൂഷയില അത് മറ്റേപോലെ എവിടെ? ആന്ധ്രയിൽ. 3 പേര് ആന്ധ്രയിലാണോ? 2 പേര്. 2 പേര്. ഒരാൾ ഇവിടെ ദേശത്ത് തന്നെയുണ്ട്. എവിടെ വെച്ച് അങ്ങനെ ഒറ്റ ചെയ്യുന്നെങ്കിലും വിളിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പച്ചൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവം എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളോട്? പറഞ്ഞാൽ ഒത്തിരി ഉണ്ടെന്നറിയാം, എങ്കിലും ചിലത് ഞങ്ങളോട് പറയാം. ശരിയാ. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വന്ന ശേഷമായിട്ട് അനേക യൗവനക്കാരോട് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനും അവരെ കർത്താവിലേക്ക് വേർതിരിക്കാനും ഇടയായിട്ടുണ്ട്. ഒരു പരസ്യയോഗത്തിന് പോയാൽ 10-8-10 യൗവനക്കാരെങ്കിലും ധാരാളം പരസ്യം നടത്തുമായിരുന്നു. പരസ്യത്തിൽ ധാരാളം നടത്തുമായിരുന്നു. ഒരു ധാരാളമെങ്കിലും കിട്ടുന്ന സമയത്ത് പോയി സാക്ഷ്യം പറയുക, എന്നാൽ അറിയാവുന്ന വാദഭാഗങ്ങളെടുത്ത് പ്രസംഗിക്കുക, ഇതൊക്കെ ചെയ്യുമായിരുന്നു. അതല്ല യൗവനകാലത്ത്. നല്ല പ്രായത്തിൽ. അതെ, എന്നാൽ ഈ പാട്ടിൻ്റെ കാലത്ത് എങ്ങനെ ഈ സുവിശേഷ വേല നിൽക്കുന്നവരും യൗവനക്കാരെ കണ്ടിടത്തോളം അവരോട് ഉപദേശം പറയുക. ഇതാണ് എൻ്റെ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ഇതാ പറയുന്നത്, യൗവനക്കാരവൻ്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കുക എന്നുള്ള ആ വാക്യം ഇട്ട് പറഞ്ഞാൽ അവർ സാക്ഷ്യം പറയും. കലാരംഗത്ത് വന്നപ്പോൾ ഞാൻ പലരും മഴയ്ക്ക് വിളിച്ചാൽ ആഗ്രഹിച്ചു, പക്ഷേ അതിന് ഞാൻ പോയില്ല. അതൊരു നല്ല ഈ ആയതുകൊണ്ട് ഏത് ക്ലാസ്സിൽ പിന്തുടർന്ന് പോവുകയായിരുന്നു.
അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ വളരെ ഉണ്ടായിട്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒന്നും ഭാരമില്ല. കർത്താവിനെ മാത്രം നിലർത്തിക്കൊണ്ട് കർത്താവിൻ്റെ സ്നേഹിലും സുവിശേഷ വേലയിലും നിൽക്കുക. സഭയെ അയക്കുന്നതായ സ്ഥാനത്ത് സഭയോടുള്ളതായ ദൂത് അറിയിക്കുന്നതിന് ഞായറാഴ്ച ചെന്നാൽ നമുക്കൊണ്ട് എനിക്കുണ്ടാകുന്നതായ ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിലും അവരോടന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിച്ച് കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം ദൈവത്തിനുണ്ട്. അത് മതിയെന്നുള്ളതാണ്. അപ്പോൾ ധാരാളം സ്നേഹിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ പരിഹാരം ഇപ്പോഴത്തെ കാരണം വന്നിട്ടും ആൾക്കാരറിയില്ല. കാരണം അതിനോട് സെറ്റ് ചെയ്യാൻ ബന്ധപ്പെടുവാൻ സാധിക്കുന്നില്ല. അതൊരു ദുഃഖമുണ്ട്. എങ്കിലും ദൈവം ഈ ടാലൻ്റ് ഉപയോഗിക്കണമെന്നാണ് ഇനി എൻ്റെ ആഗ്രഹം. ഈ പ്രായത്തിലും ഓടി നടക്കേണ്ട ആരോഗ്യം നിങ്ങൾ തന്നിട്ടുണ്ടല്ലേ? ഉണ്ട്. കാലേബിനെ പോലെ ഉണ്ട്. എങ്കിലും പോകാൻ വരുവാനുള്ള ആ വേഗത എനിക്കുണ്ടെങ്കിലും ഇപ്പോൾ ക്ഷീണം കൊണ്ട് മാത്രമായിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും എവിടെയും ആരും ഉണ്ടായാലും പ്രാർത്ഥനയ്ക്ക് ഒരാളുമായിട്ട് ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ക്ഷീണം മറക്കുവാണ്. ക്ഷീണം അത് ശരി. അതാണ് ഒരു കാര്യം. എനിക്ക് ഒരു ദിവസം ഞാൻ ഇവിടെ ഫോൺ ചെയ്യുമ്പോൾ ചില യവനുകാരായിട്ടാണ് വിളിക്കുന്നത്. പ്രായമുള്ളവരെ അല്ല, യവനുകാരായിട്ടാണ്. അവരുമായി സംസാരിക്കുമ്പോൾ അവരിലേക്ക് എന്നിൽ അവർക്ക് ആത്മീയ ശക്തി പകരുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെ യൗവനക്കാർക്കും അതൊരു ഭയങ്കര ശക്തിയാണ്. അപ്പച്ചൻ്റെ ശബ്ദം ആരെങ്കിലും നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ ഒറിജിനലിലേക്ക് ഒരു ആത്മീയ ഊർജ്ജം വന്ന് അതൊക്കെ ദൈവത്തിൻ്റെ കൃപയല്ലേ? അതെ, അതുകൊണ്ടാണ് ഞാനെപ്പോഴും ചിന്തിക്കുന്ന കാര്യം, ഈ എന്നെപ്പോലുള്ള എൻ്റെ സ്നേഹിതന്മാർ പലരും മണ്ണടഞ്ഞു പോയി, ആത്മീയർ പോയിട്ടുണ്ട്, ദാസന്മാർ മണ്ണടഞ്ഞു പോയിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നെ ശേഷിപ്പിക്കുന്നു എന്നൊരു ചിന്താവിഷയമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. എന്തുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു? അപ്പോൾ കർത്താവിന് എന്നെ കൊണ്ട് ഇനിയും ആവശ്യമുണ്ട്. സത്യം അതാണ്. അതുകൊണ്ടാണ് ഈ നാളിൽ ഒരു പാട്ടോട് ഞാൻ പാടാനായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു, പൂർത്തീകരിച്ചിട്ടില്ല. പുതിയ തലമുറയോടുള്ള ബന്ധത്തിൽ അപ്പച്ചൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അനുഭവത്തിൽ പറയാൻ എന്തെങ്കിലും സന്ദേശമുണ്ടോ? പറയാനുള്ളത് സന്ദേശം പറയാനുള്ളത് നമ്മുടെ യൗവനകാലം കർത്താവിന് വേണ്ടി വിനിയോഗിക്കുക. ഈ കാണുന്ന ലോകത്തിൽ ഉള്ള ഒന്നും ശാശ്വതമല്ല. ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോകും. എപ്പോഴും നമ്മൾ പോകുന്ന അറിയില്ല. അപ്പോൾ ഞാനും അതിന് എപ്പോഴാണ് പോകുന്നത്. അതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ എനിക്ക് എന്ത് ആത്മീയ ഊർജം പകർന്ന് ആർക്ക് സന്ദേശം കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കണമെന്നാണ്. അതാണ് ഞാൻ ഈ നാളുകളിൽ ഒരു പാട്ടിരിക്കുന്നത്. എൻ്റെ അതിനൊരു മാത്രം മറന്നു, പൂർത്തിയില്ല. അതിന് ഒരു സിഗ്നൽ കൊടുക്കുക. സിയോൻ പ്രയാണക്കാരേ, സിയോൻ പ്രയാണം തുടരാം, സിയോൻ പ്രയാണക്കാരേ, സിയോൻ പ്രയാണം തുടരാം. അന്ന് ഈ യൗവനക്കാലത്ത് ഞാൻ കർത്താവേലിൽ ഇറങ്ങുമ്പോൾ വളരെ മാതൃകയായി ഒരു സുവിശേഷനാണ് എന്ന് അറിയിക്കാനല്ല, എസ്കേൽ പറഞ്ഞോളം ദൈവം പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, മനുഷ്യത്ര അവരുടെ നടുവിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു അറിയണം. അറിയിക്കണം എന്നുള്ളത് എൻ്റെ അല്ലേ, അത് ഞാൻ ഇട്ടിരിക്കല്ല. അറിയണമെന്നുള്ളത് ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ളൊരു ജീവിതം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കും പറയാനുള്ള കാര്യം, നമ്മുടെ യൗവനകാലം ആരും നിശ്ചയിക്കരുത്. കർത്താവിൻ്റെ ദേശത്തിൽ വിവരിക്കുന്നതായ യൗവനക്കാരായ എല്ലാവരോടും എനിക്ക് പറയാം, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാം, യൗവനകാലം തീരരുത്, തുച്ഛീകരിക്കരുത്. കാരണം ഇന്ന് അമാതൃകയായി നിൽക്കുന്ന നിലയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത് അവരെ കർത്താവിനെ വെച്ചിരിക്കുക അല്ലേ. എൻ്റെ യൗവനത്തിൽ ഞാൻ വിശ്വാസത്തിൽ വന്ന നാളിൽ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, എന്നെ മാനഹാനി പറ്റുവാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഞാൻ മാനഹാനി വരുന്നത് കർത്താവിനെ മാനിക്കുക അല്ലേ. ഒരു യൗവനക്കാരനായി യൗവനത്തെ കർത്താവിൻ്റെ പേരിലായപ്പോൾ അത് എല്ലാവരും ആകർഷിക്കുന്ന കാര്യങ്ങൾ കൂടെയായിരുന്നു. പക്ഷേ കലാരംഗം വിട്ട് പിന്നെ ആത്മീയ കലയിലേക്ക് വന്നപ്പോൾ ഒരു നല്ല ഒരു അവസരം കർത്താവിന് തന്നതാണ്. ഇപ്പോൾ കഷ്ടങ്ങളുണ്ട്, ഭാരമുണ്ട്. പക്ഷേ വേറെ കാര്യം, കർത്താവാണ് എന്നെ ആക്കിയതുകൊണ്ട് ഒരു ഏറ്റമുണ്ട്, ഞാനല്ല. പിന്നെ കർത്താവാണ് എനിക്ക് താലന്തുകൾ തന്നിരിക്കുന്നത്. ആത്മീയതകൾ എഴുതുവാൻ കർത്താവാണ് എനിക്ക് ഈ താലന്ത് തന്നുള്ള ബോധം എപ്പോഴും എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരുവന് 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്. ആ 1 താലന്ത് എടുത്തവൻ എന്ത് ചെയ്തു? ഉടനെ കുഴിച്ചിട്ടു അല്ലേ. യജമാനൻ വന്ന് വിളിച്ചപ്പോൾ എല്ലാവരും ചെന്നു. പക്ഷെ അവനാൻ പറഞ്ഞു 1 താലന്ത് കിട്ടിയവൻ ഓടിച്ചെന്ന് പറഞ്ഞില്ല, കുഴിച്ചിട്ടത്. ഇത് അവന്
ദുഷ്ട തന്നെ അവന് ആ പേരിന് മാറ്റ് അല്ലേ? അതെ അപ്പച്ച, കർത്താവിൻ്റെ ദാസൻ പറയുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ ദീർഘവർഷം കർത്താവിൻ്റെ വേല ചെയ്തു. സാമ്പത്തിക ഞെരുക്കത്തിലും, ഇപ്പോഴും നല്ല ഞെരുക്കത്തിലാണ്, ബുദ്ധിമുട്ടിലും, ചിലപ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്ത് ഇല്ലായ്മയിൽ പരാതിപ്പെടാതെ സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു അഭിഷിക്തനാണ് പാസ്റ്റർ AM ജോൺ അവർക്ക്. അനേക പാട്ടുകളും എഴുതിയിട്ടുണ്ട്. ഈ വാർദ്ധക്യ സമയത്തിലും നല്ല ചുറുചുറുക്കോടെ കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ വളരെ അഭിമാനം കൊള്ളുന്നുണ്ട്. സാമ്പത്തികമായി ഇപ്പോൾ നിങ്ങൾക്കറിയാം, കർത്താവിൻ്റെ വേലയിൽ നിന്ന് ഇപ്പോൾ 85 വയസ്സോളമാകുന്നു. തൻ്റെ ഭാര്യയ്ക്ക് 80 വയസ്സാകുന്നു. ഞങ്ങൾ വന്നപ്പോൾ 2 പേര് വീട്ടിലുള്ളൂ. വളരെ ബുദ്ധിമുട്ടിലാണ് അവർ കഴിയുന്നതെങ്കിലും ആരോടും പരാതിപ്പെടാതെ ഇന്നും കർത്താവിൻ്റെ മുഖത്ത് നോക്കി ജീവിക്കുന്ന ഈ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. നിശ്ചയമായിട്ടും ഈ ലോകത്തിൽ അവരൊന്നും നേടിയിട്ടില്ലെങ്കിലും നിത്യരാജ്യത്തിൽ കർത്താവിന് വേണ്ടി ആത്മാക്കളെ ധാരാളം നേടിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലം അവർ മേടിക്കും. നിശ്ചയമായിട്ടും ഈ അഭിഷിക്തൻ്റെ കുടുംബത്തോർത്ത് പ്രാർത്ഥിക്കുമല്ലോ. സ്തോത്രം. അപ്പച്ചൻ്റെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും ഇത്രത്തോളം ഞങ്ങൾ പങ്കുവച്ചല്ലോ. ഒത്തിരി നന്ദി അറിയിക്കും. നിശ്ചയമായിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സന്തോഷമായിരിക്കും, പ്രചോദനമായിരിക്കും. ഇനിയും കർത്താവിൻ്റെ പേരിൽ ശക്തിയോടെ മുമ്പോട്ട് പോവുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ആമേൻ. കാഹളം കാതുകളിൽ